നമസ്കാരം, ഇത് IBN മലയാളം. ഗുരുവായൂർ പോലെ ജനലക്ഷങ്ങളായ ഭക്തർ ദിനംപ്രതി വരുന്ന സ്ഥലത്ത് പല പ്രാവശ്യമായി പഴയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുന്ന ഹോട്ടൽ. സംഭവം സ്ഥിരമായിട്ടും ആരും നടപടി സ്വീകരിക്കുന്നില്ല. ഈ ഹോട്ടലിനെതിരെ യാതൊരു നിയമ നടപടിയുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഈ ഹോട്ടലിന്റെ ഉടമ അന്യ സ്ഥാപനത്തിന്റെ മുറ്റത്തുള്ള തുളസിത്തറയിൽ സാമൂഹ്യ മതസ്പർദ്ധ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് വൃത്തികേട് കാണിക്കുക. അത് അവനറിയാതെ അവിടെയുള്ള CCTVയിൽ പതിയുക, അത് പൊതുസമൂഹം കാണുക. പൊതുസമൂഹം അതിനെതിരെ രംഗത്ത് വരികയാണ്. ഉടനെ ഈ സംഭവത്തെ ന്യായീകരിച്ച് തൃശൂർ പോലീസ് പ്രത്യക്ഷപ്പെടുന്നു. ഇത് ചെയ്തവൻ കഴിഞ്ഞ 25 വർഷമായി മനോരോഗിയാണെന്ന്. അപ്പോഴാണ് ഈ മനോരോഗി ഹോട്ടൽ ഉടമയാണെന്ന് തിരിച്ചറിയുന്നത്. മനോരോഗിയായവൻ എങ്ങനെയാണ് ലൈസൻസ് ലഭിച്ചതെന്ന ചോദ്യം വരുന്നത്. ഉടനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറയുന്നു, ഇയാൾ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥൻ അല്ല എന്ന്. പുതിയ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ നീക്കങ്ങൾ നടക്കുന്നു. അതിനിടയിൽ യഥാർത്ഥ ഉടമസ്ഥനായ ഇവന്റെ വിവരങ്ങൾ ചിലർ പുറത്തുവിടുന്നു, വിത്ത് തെളിവുകൾ അടക്കം. അതോടെ മുഖം രക്ഷിക്കാൻ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യുന്നു. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. സംഭവങ്ങൾ ഒതുക്കി തീർക്കുക എന്നത് ആരുടെയോ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ പോലെ. എന്തിനാണ് പോലീസ് ആ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിയുമായി രംഗത്തിറങ്ങിയത്? ഇവൻ 25 വർഷമായി മനോരോഗിയാണെന്ന് പോലീസ് എങ്ങനെയാണ് സ്ഥിരീകരിച്ചത്? അറിയപ്പെടുന്നത് ഇവനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ വിവരം മാത്രമാണ്. കൃത്യമായ 25 വർഷത്തെ രേഖകൾ ഹാജരാക്കിയിട്ടില്ല. മനോരോഗിയായ ഇവൻ സ്ഥിരമായി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, ലൈവ് വരുന്നുണ്ട്, റീലിടുന്നുണ്ട്. ഇതുവരെ ഇവനുമായി ബന്ധപ്പെട്ട ആരും പറയുന്നില്ല മനോരോഗിയാണെന്ന്. ഈ പ്രശ്നം വന്നപ്പോൾ പോലീസ് മാത്രമാണ് പറയുന്നത് ഇവൻ മനോരോഗിയാണെന്ന്. പോലീസ് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? പോലീസിനെ കൊണ്ട് ആരാണ് പറയിച്ചത്? ഇവൻ മനോരോഗിയാണെങ്കിൽ ആരാണ് ഇവന് സ്ഥിരമായി സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്? ഇവൻ മനോരോഗിയാണെന്ന് പോലീസ് പറഞ്ഞത് സത്യമാണെങ്കിൽ ഉറപ്പായി ഇവന് ലൈസൻസ് കൊടുത്ത ഈ കഴിഞ്ഞ ഇത്രയും വർഷത്തെ ഉദ്യോഗസ്ഥരെ മൊത്തം അറസ്റ്റ് ചെയ്ത് നിയമ നടപടി സ്വീകരിക്കണം എന്നതാണ് പൊതുജനത്തെ വഞ്ചിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് പോലീസിന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ താക്കീത്. അതിന് തയ്യാറായില്ലെങ്കിൽ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന് പോലീസ് പൊതുജനത്തോട് മാപ്പ് ചോദിക്കണം. മാനസിക രോഗിയായി ഇവന് കൊടുത്ത ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കണം. മാനസിക രോഗിക്ക് കൊടുത്ത ഹോട്ടൽ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കണം. മാനസിക രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഷോക്ക് പോലുള്ള ട്രീറ്റ്മെന്റ് നൽകണം. അല്ലാതെ തെറ്റ് ചെയ്തവനെ രക്ഷിക്കാൻ പൊതുസമൂഹത്തിന് അത് കാണിച്ചു കൊടുക്കുന്ന വീഡിയോ ഷെയർ ചെയ്തവരെ ഭീഷണിപ്പെടുത്തി അവർക്കെതിരെ കേസെടുത്ത് അവരെ ഇല്ലായ്മ ചെയ്യാനല്ല നോക്കേണ്ടത്. പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്, ജനാധിപത്യ സംസ്ഥാനമാണ്. പോലീസ് രാജല്ല ഈ കേരളത്തിൽ നടപ്പാക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ഓർമ്മപ്പെടുത്തുകയും കൂടിയാണ് ഈ അവസരത്തിൽ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.